ഞാൻ സോയി പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 ഓഗസ്റ്റ് 7 ബുധനാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: സൈന്യത്തിൽ ഡോക്ടറാകാം, AFMCയിൽ പഠിക്കാം. ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തയിൽ നിങ്ങൾക്ക് അറിയേണ്ട, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വാർത്ത എന്ന് പറയുന്നത് ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. മാതൃഭൂമിയുടെ വിദ്യാഭ്യാസ രംഗത്തിൽ വലിയ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്നൊരു വാർത്തയാണ് AFMCയിൽ MBBS പഠനം, സൈന്യത്തിൽ ഡോക്ടറാകാം. അതായത് +2 പഠനത്തിന് ശേഷം 50% മാർക്കോടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച NEET UG സ്കോർ നേടിയ വിദ്യാർത്ഥികൾക്ക് സൈന്യത്തിൽ ചേർന്ന് കമ്മീഷൻഡ് റാങ്കോടെ MBBS പഠനം നേടിയെടുക്കുന്നതിന് വേണ്ട വിശദീകരണങ്ങളാണ് ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസിൽ മെഡിക്കൽ ഓഫീസറാകാൻ അവസരമൊരുക്കുന്ന ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് MBBS പ്രവേശനത്തിന് 2024 ഇൻഫർമേഷൻ ബ്രോഷർ പ്രസിദ്ധീകരിച്ചു. മൊത്തം 145 ഭാരതീയർക്കാണ് പ്രവേശനം. ഇതിൽ 30 സീറ്റ് പെൺകുട്ടികൾക്ക്, 115 സീറ്റ് ആൺകുട്ടികൾക്ക്. 145 സീറ്റിൽ പരമാവധി 10 സീറ്റ് വ്യവസ്ഥകൾക്ക് വിധേയമായി പട്ടിക വിഭാഗക്കാർക്ക് അനുവദിക്കും. ഇനി ഇതിൻ്റെ യോഗ്യതയെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ പഠിച്ച് ആദ്യ ചാൻസിൽ 50% മാർക്കോ, എല്ലാ വിഷയങ്ങൾക്കും കൂടി 60% മാർക്കോ നേടിയിരിക്കണം. രജിസ്ട്രേഷനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. പ്രവേശന താൽപ്പര്യം മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി UG 2024 ആദ്യ റൗണ്ട് രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ തന്നെ mcc.nic.in വഴി രജിസ്റ്റർ ചെയ്ത് അറിയിക്കണം. MCC UG 2024 കൗൺസിലിങ്ങിന് ആദ്യ റൗണ്ട് രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 14 ആരംഭിക്കും. ഇപ്രകാരം രജിസ്റ്റർ ചെയ്യുന്നവരുടെ പട്ടിക ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് AFMCക്ക് കൈമാറും. ഈ പട്ടികയിൽ നിന്ന് AFMC ഏതാണ്ട് 1880 പേരെയാണ് സെലക്ട് ചെയ്യുക. അതിൽ 1490 ആൺകുട്ടികളും 390 പെൺകുട്ടികളുമാണ് ഉണ്ടാവുക. ആദ്യ സെലക്ഷൻ ലിസ്റ്റിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. AFMC നടത്തുന്ന പ്രവേശനത്തിൻ്റെ 2ാം റൗണ്ടിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കൊരു കട്ട് ഓഫ് മാർക്ക് മുൻ വർഷങ്ങളിലുണ്ടായിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൺകുട്ടികളുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 622 പെൺകുട്ടികൾക്കാവട്ടെ 648. ഇത് മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് മാർക്കാണ്. ഈ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് ഇതാകണമെന്ന് നിർബന്ധമില്ല. മിക്കവാറും ഇതിനേക്കാൾ കൂടിയ കട്ട് ഓഫ് മാർക്കായിരിക്കാം ഈ വർഷം ഉണ്ടാവുക. മെറിറ്റ് പട്ടികയെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. ഈ പൂനെ AFMCയിൽ വെച്ച് നടത്തുന്ന ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരുടെ പട്ടികയും സ്ക്രീനിംഗ് ടെസ്റ്റ് സമയക്രമവും www.afmc.gld.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി പ്രവേശന സമയത്ത് ബോണ്ട് നൽകുന്നതിനെപ്പറ്റി പത്രം വിശദീകരിച്ചിട്ടുണ്ട്. MBBS പ്രവേശനം നേടി 7 ദിവസം കഴിഞ്ഞ് കോഴ്സ് ഉപേക്ഷിച്ചാൽ നഷ്ടപരിഹാരമായി 67 ലക്ഷം രൂപ നൽകേണ്ടതുണ്ട്. പ്രവേശന സമയത്ത് ഈ ബോണ്ട് ഒപ്പിട്ട് കൊടുക്കണം. ഇനി MBBS പഠനം കഴിഞ്ഞാൽ കമ്മീഷൻഡ് റാങ്കോടെയാണ് നിയമനം. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസിൽ കമ്മീഷൻഡ് റാങ്കോടെ ഡോക്ടറായി സേവനത്തിൽ പ്രവേശിക്കാൻ അവസരമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഈ MBBS പഠനത്തിന് ട്യൂഷൻ ഫീസ് ഇല്ല. മാത്രവുമല്ല, ഒട്ടനവധി ആനുകൂല്യങ്ങൾ, വിദഗ്ധ പഠനവും പരിശീലനവും, ഒപ്പം തന്നെ ഫീസ് ഇല്ലാതെ ഒട്ടേറെ ആനുകൂല്യത്തോടു കൂടി പഠിക്കാൻ പറ്റും. പ്രവേശനം ലഭിക്കുന്ന ഭാരതീയർക്ക് ട്യൂഷൻ ഫീസ് ഇല്ല. മറ്റു ചില ഫീസുകളുണ്ട്. അവ ജോയിനിങ് ഇൻസ്ട്രക്ഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ്. റേഷൻ, വീട്ടിലേക്ക് പോകാനുള്ള AC ടിക്കറ്റ്, പ്രതിവർഷ ബുക്ക് ആൻഡ് എക്യുപ്മെൻറ്റ് അലവൻസ്, സ്റ്റേഷനറി അലവൻസ്, ആദ്യവർഷ യൂണിഫോം അലവൻസ് തുടങ്ങി, വാഷിംഗ് അലവൻസ് തുടങ്ങി ഒട്ടനവധി ആനുകൂല്യങ്ങൾ പഠനകാലത്ത് ലഭ്യമാണ്. കൂടാതെ നിശ്ചിത സേവനം കഴിഞ്ഞാൽ NEET PG വഴി പഠനത്തിന് ഓഫീസർമാർക്കുള്ള അവസരം കിട്ടും. നിർബന്ധിത സേവനം കഴിഞ്ഞ് പെർമനൻ്റ് കമ്മീഷൻഡ് ഓഫീസർ
2-3 വർഷത്തെ പഠനാവധിക്കും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് www.afmc.gld.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.